എടാ വാ. പക്ഷിമൃഗാദികളും കാണുന്നില്ല. അത് പൂമ്പാറ്റി. ഞാനൊന്നും വെടി വെച്ചോട്ടെ. പിടിക്കൂ പിടിക്കൂ. ആ ബേറകത്തിടൂ. ആ ബേറകത്തിൽ വലിക്കൂ. കാണിച്ചു വലിക്കൂ. അതോ ഒരു കൊച്ചി, അതോ ഒരു കൊച്ചി. തലമേലെ തലമേലെ. അയ്യോ, ആരാണ് എന്റെ അക്കാനിക്കരം പൊട്ടിച്ചത്? സായിപ്പേ, എനിക്ക് നിൽക്കാനും ഇരിക്കാനും സംസാരിക്കാൻ വയ്യ. എനിക്ക് ഭയങ്കര വയറ്റ് വേദന. ഞാൻ പോയിട്ട് വരാം. അവന്റെ ഒരു അഹമ്മതി. നീ വാ. നീ അറിഞ്ഞോ, അപ്പൻ എന്നെ അയാൾക്ക് കെട്ടിച്ചു കൊടുക്കാൻ പോവാണ്. സത്യമാണോ? ഇനി നമ്മൾ എന്ത് ചെയ്യും? മാര്യമ്മനാണ് സാക്ഷി. ഈ വിലക്ക് ഞാൻ വിൽക്കാൻ പോകുന്നില്ല. ഒരൊറ്റ കരിപ്പട്ടി സായിപ്പിന് ഇരിക്കരുത്. അപ്പോൾ അയാൾ താനെ വില കൂട്ടിക്കുന്നു. അന്നത്തെ കരിപ്പട്ടി വെച്ച് അന്നന്ന് അരിയും മരിച്ചേനും വാങ്ങി കഴിയുന്നവരല്ലേ നമ്മള്. 2 ദിവസം പട്ടിണി കിടക്കുമ്പോ നമ്മൾ തന്നെ തോന്നിയ വിലക്ക് കൊണ്ടുവന്ന് വിൽക്കും എന്നും പറഞ്ഞ് നമ്മൾ മിണ്ടാതിരിക്കും. ശരിയാണോ? ചോണയുള്ളൊരു കച്ചവടക്കാരൻ വന്നാ മതിയായിരുന്നു. നമുക്ക് സായിപ്പിനോട് നേരിട്ട് പറഞ്ഞു നോക്കാം. എന്തൊക്കെ പറഞ്ഞാലും ശരി, സായിപ്പ് വിചാരിക്കും പോലെ ഈ നാട്ടിൽ എന്തെങ്കിലുമൊക്കെ നടക്കും. വെറുതെ അയാളോട് എതിരിടാൻ പോണ്ട. ഇതിരെ നല്ല കള്ളാണോടാ? നല്ല ഒന്നാന്തരം കള്ളല്ലേ? ഞങ്ങൾ പോട്ടെ. എന്താണ് നീ വാലിന് തീ പിടിച്ച പോലെ കിടന്ന് ഓടുന്നത്? ആ സായിപ്പ് കരിപ്പട്ടിയുടെ വില കുറച്ച് ഞങ്ങളൊന്ന് ചോദിക്കാൻ പോവാ. ആ രാക്ഷസനോട് ചോദിച്ചിട്ട് ഒരു കാര്യമില്ല. നീ എന്റെ പാട് നോക്ക്. ഏതായാലും ഞങ്ങളൊന്ന് ചോദിച്ചു നോക്കട്ടെ. ഇല്ല, കരിപ്പട്ടിയുടെ വില ഞാൻ കുറച്ചിട്ടില്ല. ഇന്നലെ മുതൽ വില കുറച്ചെന്ന് പാലയും പറഞ്ഞല്ലോ. പാലയ്യ നീ ആരാ കരിപ്പട്ടിയുടെ വില കുറച്ചത്? ആരും പറഞ്ഞില്ല. പിന്നെ എന്റെ പൊന്നു സാഹിബ്, ഇങ്ങനെയൊന്നും എന്നോട് ചോദിക്കരുത്. വേണം എന്നെ 2 തല്ലിക്കോ. അയ്യോ, ഇവരൊക്കെ പാവങ്ങളാണ്. അവരെ ഉപദ്രവിക്കരുത്, മനസ്സിലായോ? മുത്ത, ഒന്നുകൊണ്ടും വിഷമിക്കണ്ട. ന്യായമായ വില ഞാൻ നിനക്ക് തരാം. അത് മതി. വിറകിനൊക്കെ വലിയ വിലയാണ്. അതുകൊണ്ട് കരിപ്പെട്ടിക്ക് അല്പം വില കൂട്ടി തരണം. ശരി, ഞാൻ ആലോചിക്കട്ടെ. ഞങ്ങൾ വയ്ക്കട്ടെ. ആ ശല്യം അങ്ങനെ ഒഴിഞ്ഞു. പക്ഷേ അവന്മാരെന്നെ അടിക്കുമെന്ന് എനിക്ക് പേടി. അത് 2 കരിമ്പനിയാ, ഒറ്റുപോകുമില്ല. ഈ 2 ലിറ്റർ ഇപ്പൊ തന്നെ പോസ്റ്റ് ചെയ്യണം. ഞാൻ കമ്പനിയിലോട്ട് വരാതിരിക്കുകയായിരുന്നു. കുട്ടനെ പതകേറി വയ്യാണ്ടായി അല്ലേ? 25 വർഷമായിട്ട് അവൻ നമ്മളെ വരവെന്ന് കയറുകയാണ്. ഭയങ്കരമായി. സണ്ണി സർ, ഓഫീസ് വിട്ട് ഇങ്ങോട്ട് വരണം. ഇവിടെ ഷട്ടിൽ കോക്ക് കളിക്കാൻ ആളില്ലാതിരിക്കുകയാണ്. വരാം. വാ, ഇതിലേ വാ. വേണ്ടടാ, ഇതുവഴി പോവാം. ഇതാണെന്ന് എളുപ്പവഴി. ഓഹോ, നിനക്ക് ആ പെണ്ണിന്റെ വീടിന്റെ അതുകൂടി നടക്കണം അല്ലേ? ആ, അത് ശരി. അതെന്താണ് ഓടിക്കളഞ്ഞത്? അവക്ക് എന്നെ ഭയങ്കര പേടിയാ. നീ വല്ല തെമ്മാടുത്തം കാണിച്ചു? ഏയ്,
ഞാൻ അവളുടെ വിരളി പോലും തൊട്ടിട്ടില്ല. പക്ഷെ ഞാൻ അടുത്ത് ചെല്ലുമ്പം അവൾ കിട്ടിക്കിട്ടാന്ന് വിറയ്ക്കും. അവളാണെങ്കിൽ ഒരു കൊച്ചു പെണ്ണു, നീ ഒരു മയമില്ലാത്തൊരു തടിമാണ്, ഇനി അവള് പേടിക്കാതിരിക്കും. എന്നാലും അവക്കെന്നെ ഇഷ്ടമാ. എന്നാ പിന്നെ വായി നോക്കി നടക്കാതെ അവളെ ഞാൻ കെട്ടിക്കൂടെ? അവളെ പിന്നെ നോക്കാം, ഞാൻ ചോദിച്ചതിന് ഉത്തരം പറ. കേട്ടാ, പക്ഷേ കുറച്ച് കഴിയട്ടെ. സ്ത്രീധനമായിട്ട് അവക്കൊരു പൈസ കിട്ടുമെന്ന് തോന്നില്ല. അത് മാത്രമല്ല, ആ കുടുംബത്തിന്റെ ഭാരം മുഴുവനും നിന്റെ തലയിലോ. അതുകൊണ്ടാണ് ഞാൻ സ്വന്തമായിട്ട് കുറച്ച് കാശ് ഉണ്ടാക്കിയിട്ട് കെട്ടാമെന്ന് വിചാരിച്ചത്. എന്താടാ ഒരു ചിരി? ചിങ്ങമാസത്തി നല്ല മഴ കാണുമോ? കല്യാണ ദിവസം മഴ പെയ്യണോ? മഴയുണ്ടേ കൊള്ളാമായിരുന്നു. തണുപ്പ തവള അങ്ങ് കെട്ടിപ്പിടിച്ചോ. ഇങ്ങനെയാണെങ്കിൽ ആദ്യത്തെ ദിവസം തന്നെ അവള് ചത്തു. എടാ, പെണ്ണ് കെട്ടുന്നതും കെട്ടിപ്പിടിക്കാനും മുത്തം വയ്ക്കാനും മാത്രമല്ല. പിന്നെന്തിനാ? ചോറും കറിയും വെച്ചതാണ്. അതിനെനിക്ക് എന്റെ അമ്മയുണ്ടല്ലോ. എന്താടി പെണ്ണെ നിന്ന് കുഴയുന്നത്? വഴിമാറിയത്. ഞാൻ മാത്രം എങ്ങനെയാണ് ഒരു മറുപടി പറയുന്നത്? എന്റെ മകളെ മുത്തനെ കൊണ്ട് കെട്ടിക്കുന്നത് എനിക്കിഷ്ടമാണ്. അത് പറയാനാണ് ഞാൻ വന്നത്. ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങൾ വേണ്ടപ്പെട്ടവരുമായി ആലോചിച്ചിട്ട് തീരുമാനിച്ചാൽ മതി. മുത്തം വന്നു. ഞങ്ങൾ നിന്റെ കല്യാണ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു. നീ അന്തം പിടിക്കൊന്നും വേണ്ട. പെണ്ണ് എന്റെ മോള് തന്നെ, പാലമ്മ. അതൊക്കെ വലിയവർ തീരുമാനിക്കുന്ന കാര്യങ്ങളല്ലേ. അതാണ് ഗുരുത്വം. എന്നാ പിന്നെ അമ്മയും മോനും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കും. ഞാൻ പോണു. ഇവന്റെ ചിറ്റപ്പനെ ഞാൻ അങ്ങോട്ട് അയക്കാം. അത് മതി. പിന്നെ ഒരു കാര്യം, എന്റെ മകളെ കിട്ടുന്നവന് 15 പവന്റെ ഉരുപ്പിടിയും 3 ഏക്കർ പുരയിടവും കൊടുക്കും. അത് ഞങ്ങൾക്കറിയാം. പറയുമ്പം പൊങ്ങച്ചം പറയുന്നതാണെന്ന് നിനക്കരുത്. ഇത്രയും വലിയൊരു സ്ത്രീധന തുക ഈ നാട്ടിൽ ആരും കൊടുത്തിട്ടുമില്ല, വാങ്ങിച്ചിട്ടുമില്ല, അല്ലേ? അപ്പം പോട്ടെ. നീ എന്ത് പറയുന്നടാ? ഈ കല്യാണം വേണ്ടമ്മേ. ആ പെണ്ണിന് എന്താ ഒരു കുറ്റം? കുറ്റമൊന്നുമില്ല. പിന്നെ ഞാൻ പിന്നെ പറയാം. അന്ന് കരിപ്പെട്ടിക്ക് വില കുറച്ചതുകൊണ്ട് കമലത്തിന് എന്നോട് പിണക്കമാണെന്ന് എനിക്കറിയാം. മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് എനിക്കത് ചെയ്യാനും. കമലത്തിന് ഇന്നുള്ള വിലയേക്കാൾ കൂടുതൽ 2 രൂപ ഞാൻ തന്നേക്കാം. എനിക്ക് മാത്രം അങ്ങനെ ഔദാര്യം വേണ്ട. അത് കമലത്തിന്റെ ഇഷ്ടം. എന്നാ എന്റെ ഇഷ്ടം. അയ്യോ, മുള്ളുകൊണ്ട് മുറിഞ്ഞല്ലോ. ഞാനത് തുടച്ചു തരാമായിരുന്നു. പക്ഷെ കമലത്തിന് ഇഷ്ടമാവില്ലല്ലോ. ഇപ്പൊ അങ്ങനെ ചെയ്യുന്നത് തെറ്റാണെന്നും എനിക്കറിയാം. അതുകൊണ്ട് കല്യാണം കഴിഞ്ഞിട്ടുണ്ട്. കമലത്തിനെ എനിക്ക് കെട്ടിച്ചേരാം. ഞാൻ നിന്റെ അപ്പൻ്റെ അടുത്ത് ഇന്ന് പറയാൻ പോകും. കമലം നമ്മുടെ ജാതിക്കാരിൽ മാസശമ്പളം വാങ്ങിക്കുന്ന ഒരേ ഒരാള് ഞാനാണ്. നീ ഒന്ന് സമ്മതിച്ചാൽ മതി. കമലം നിന്നെ രാജകുമാരിയാണ്.